നമസ്കാരം. അടുത്ത കാലത്തായി ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾക്കും മറ്റ് പ്രതിരോധ ഉപകരണങ്ങൾക്കും വിദേശത്ത് വൻ ഡിമാൻഡാണുള്ളത്. ഇന്ത്യൻ നിർമ്മിത സൈനിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന 2023-24 മൊത്തം 21,083 കോടി രൂപയായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. US, ഫ്രാൻസ്, അർമേനിയ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നതിൽ മുൻപന്തിയിൽ. ഇന്ത്യയിലെ പൊതു സ്വകാര്യ മേഖലാ കമ്പനികൾ ഇപ്പോൾ 100ഓളം രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും മറ്റും കയറ്റി അയക്കുന്നുണ്ട്. കൂടാതെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, ഡോർണിയർ 228 വിമാനങ്ങൾ, പീരങ്കി തോക്കുകൾ, റഡാറുകൾ, ആകാശ് മിസൈലുകൾ, പിനാക റോക്കറ്റുകൾ, കവചിത വാഹനങ്ങൾ തുടങ്ങി ചില സമ്പൂർണ്ണ ആയുധ സംവിധാനങ്ങളും പ്ലാറ്റ്ഫോമുകളും ഇന്ത്യൻ കമ്പനികൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. മാരകമായ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ ആദ്യം ഇന്ത്യ വിമുഖത കാണിച്ചെങ്കിലും പിന്നീട് ആയുധ കയറ്റുമതിയിലേക്ക് രാജ്യം പതിയെ ചുവടുവയ്ക്കുകയായിരുന്നു. ഇന്ത്യ ഈ രംഗത്തേക്ക് എത്തിയതോടെ നിരവധി രാജ്യങ്ങളാണ് ആയുധങ്ങൾ അന്വേഷിച്ച് എത്തുന്നത്. ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ, പിനാക മൾട്ടി ലോഞ്ച് റോക്കറ്റ് സംവിധാനങ്ങൾ, 155mm പീരങ്കി തോക്കുകൾ എന്നിവയുൾപ്പെടെ പൂർത്തിയായ ആയുധ സംവിധാനങ്ങളുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉപഭോക്താവാണിപ്പോൾ അർമേനിയ. ഇത് മാത്രമല്ല, മിസൈലുകൾ, പീരങ്കി തോക്കുകൾ, റോക്കറ്റ് സംവിധാനങ്ങൾ, ആയുധം കണ്ടെത്തുന്ന റഡാറുകൾ, ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ, രാത്രി കാഴ്ച ഉപകരണങ്ങൾ തുടങ്ങിയ ഇറക്കുമതി ചെയ്യുന്നതിനായി അർമേനിയ കഴിഞ്ഞ 4 വർഷമായി ഇന്ത്യയുമായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ബോയിങ്, ലോക്ഹീഡ് മാർട്ടിൻ സോഴ്സിംഗ് ഫ്യൂസേജ് വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും മറ്റു ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഉപസിസ്റ്റങ്ങളും ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ള US-ന്റെ പ്രതിരോധ വാങ്ങലുകൾ. ഇന്ത്യയിൽ നിന്ന് ധാരാളം സോഫ്റ്റ്വെയറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫ്രാൻസ് ഇറക്കുമതി ചെയ്യുന്നു. 2019-2024 കാലഘട്ടത്തിലെ മൊത്തം ആഗോള ഇറക്കുമതിയുടെ 9.8% ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായി തുടരുന്നുണ്ട്. രാജ്യം ആഭ്യന്തര പ്രതിരോധ വ്യാവസായിക അടിത്തറ അതിവേഗം വികസിപ്പിക്കുകയും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ചില ആയുധ സംവിധാനങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. 2023-24 ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.2 ലക്ഷം കോടി രൂപ എന്ന റെക്കോർഡ് നിലയിലെത്തി. അതിനുശേഷം 50,000 കോടി രൂപയുടെ ആയുധ കയറ്റുമതിക്കൊപ്പം 2028-2029 ആകുന്നതോടെ 3 ലക്ഷം കോടി രൂപയിലെത്താനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ലോകത്തിന്റെ ഡ്രോൺ ഹബ്ബായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. അതിർത്തിയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലെയും സുരക്ഷ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസിലെ ഡിഫൻസ് ഡയലോഗ് എന്ന പരിപാടിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതിർത്തിയിലെ ഭീകരതയും സൈബർ ആക്രമണവും അടക്കം ഭാരതം വിവിധ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ശക്തമായി നേരിടുന്നതിന് അഡാപ്റ്റീവ് ഡിഫൻസ് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് രാജ്യം. മുൻകൂട്ടി കണ്ട് ഇവ ചെറുത്ത് വെല്ലുവിളി ഇല്ലാതാക്കുന്ന രീതിയാണിത്. ഭാവിയിലെ എല്ലാ വെല്ലുവിളികളെയും പ്രതിരോധിക്കുന്നതിനുള്ള ഉത്തമ മാർഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രേ സോണിന്റെയും ഹൈബ്രിഡ് യുദ്ധമുഖങ്ങളുടെയും കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ അതിനൂതന സാങ്കേതിക വിദ്യകൾ പ്രതിരോധ മേഖലയിൽ കൊണ്ടുവരണം. ലോകത്തിന്റെ ഡ്രോൺ ഹബ്ബായി മാറാനുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യ. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിക്കും ആത്മനിർഭർ ഭാരതത്തിന്റെ ഭാഗമായുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കും മുതൽക്കൂട്ടാകും. ഭാരതത്തെ ലോകത്തിന്റെ ഡ്രോൺ ഹബ്ബാക്കി മാറ്റാൻ സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. വിവിധ പദ്ധതികളുടെ സഹായത്തോടെയുള്ള കണ്ടെത്തലുകൾക്ക് പ്രതിഫലവും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. യുദ്ധരീതികളിലും തന്ത്രങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കര, ജലം, വായു എന്നീ 3 തലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഴയ യുദ്ധരീതി തന്നെ മാറിയിരിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഡ്രോണുകളുടെ കണ്ടുപിടുത്തവും പ്രതിരോധ മേഖലയിലും പ്രതിഫലിച്ചു. ഭാരതം നിലവിൽ 100-ലധികം രാജ്യങ്ങൾക്കായി പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2023-24 അമേരിക്ക, ഫ്രാൻസ്, അർമേനിയ എന്നീ രാജ്യങ്ങൾക്ക് വേണ്ടി രാജ്യം പ്രതിരോധ ഉപകരണങ്ങൾ കൂടുതലും നൽകിയിട്ടുള്ളത്. 2029 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ആധുനിക ലോകത്തെ സുരക്ഷാ സംവിധാനങ്ങളിൽ അത്യന്താപേക്ഷിതമായ ഡ്രോൺ മേഖലയിൽ നിർണായക സ്ഥാനം ഇന്ത്യ നേടുമെന്നും ഉറപ്പായിരിക്കുകയാണ്.